നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. തുടർച്ചയായ 5-ാം മത്സരത്തിലാണ് റോഡ്രിഗോയെ കോച്ച് സാബി അലോൺസോ ബെഞ്ചിലിരുത്തിയത്. ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ് ഫ്യൂച്ചർ വിൽ ബി അസസ്ഡ് ഫ്രം നെക്സ്റ്റ് വീക്ക് വിത്ത് റയൽ മാഡ്രിഡ് എക്സിറ്റ് ആസ് കോൺക്രീറ്റ് പോസിബിലിറ്റി. അദ്ദേഹത്തിൻ്റെ ഭാവി വരുന്ന ആഴ്ചകളിൽ എന്തായാലും ഡിസ്കസ് ചെയ്യപ്പെടും, അസസ് ചെയ്യപ്പെടും. എന്നിട്ട് ഒരു തീരുമാനത്തിലേക്ക് പോകും. റയൽ മാഡ്രിഡ് വിട്ടു പോകാനുള്ള സാധ്യത അതൊരു കോൺക്രീറ്റ് പോസിബിലിറ്റി ആണ് എന്നിപ്പോൾ ഫബ്രിസിയോ റൊമാനോ പറയുന്നു. കളി കഴിഞ്ഞിട്ട് സാബി അലോൺസോയോട് എന്തുകൊണ്ട് റോഡ്രിഗോയെ സ്റ്റാർട്ട് ചെയ്യിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ മറുപടി, റോഡ്രിഗോയെ ഞാൻ കളിപ്പിക്കാതിരുന്നത് ടെക്നിക്കൽ ഡിസിഷനാണ്. ഞങ്ങൾ വിചാരിച്ചത് അദ്ദേഹമില്ലാതെ കളിക്കാൻ ഇറങ്ങിയാൽ മറ്റു പ്ലേയേഴ്സിനെ കളിപ്പിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആവുമെന്നാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനമൊന്നുമല്ല എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ റോഡ്രിഗോ ഇല്ലാതെ മറ്റുള്ളവരെ വെച്ചിറങ്ങിയാൽ ഒന്നുകൂടി ബെറ്റർ ആവുമെന്ന് സാബിക്ക് തോന്നുന്നു. പോക്കെങ്ങോട്ടാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഫുട്ബോൾ ലോകത്തിന് മനസ്സിലാവും. ആ വാക്കുകളിലൊക്കെ അതുണ്ട്. ഇനിയും അത് മനസ്സിലായില്ല എന്ന് നടിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മുമ്പ് റോഡ്രിഗോയുടെ ചീട്ട് കീറിയോ എന്ന തരത്തിലൊരു വീഡിയോ വന്നപ്പോൾ അതിൻ്റെ താഴെ വന്ന് തെറി വിളിക്കുന്നുണ്ടായിരുന്നു. അത് തുടരുക, അതേ പറയാനുള്ളൂ. പക്ഷേ കൃത്യമായിട്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഇതിനെക്കുറിച്ച് വാർത്ത കൊടുക്കുന്നുണ്ട്. ഗ്ലോബോ ബ്രസീലിയൻ താരങ്ങളെക്കുറിച്ച് ഇതിനേക്കാൾ ആധികാരികമായിട്ട് ഇനി മറ്റെന്തെങ്കിലും കൊണ്ടുവരാണ്ടെങ്കിൽ കൊണ്ടുവരുന്നേ. നമുക്ക് തൽക്കാലം ഗ്ലോബോയൊക്കെയാണ് വിശ്വാസം ഈ കാര്യങ്ങളിൽ. അപ്പോൾ ഗ്ലോബോ അതിൽ പറയുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും ഒരു ചെസ്സ് കളിക്കുന്ന പോലെയാണ് ഇതിനെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ടേക്ക് പുഷ് ചെയ്യാതെ എന്താണ് എന്നുള്ളത് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്ക് നമ്മൾ വിശദമായിട്ടൊന്ന് പോവുകയാണ്. 5-ാം തവണ അദ്ദേഹത്തെ പുറത്തിരുത്തുന്നു. ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ അധികം ഉപയോഗിക്കുന്നില്ല. അപ്പം ഇതിൽ കാര്യം വളരെ വ്യക്തമാണ്. ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് മാത്രം ഇപ്പോൾ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് റോഡ്രിഗോക്ക് അതിൽ മെസ്സേജുണ്ട്. അതേസമയം കോച്ച് പറഞ്ഞ വാക്കുകൾ കൂടി ചേർത്ത് പറയണം. ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ മത്സരവുമായി ബന്ധപ്പെടുത്തിയാണ്. ഞങ്ങളൊരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ആ ഗെയിമിൽ എടുക്കാൻ തീരുമാനിച്ചത്. അത് ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ മിഡിലെടുക്കുന്ന തീരുമാനമാണ്. എന്നാൽ അത് അടുത്ത സീസണുമായി ബന്ധപ്പെട്ടല്ല. അടുത്ത സീസണിൻ്റെ കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് സാബി അലോൺസോ വിശദീകരിച്ച് പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും കൃത്യമായിട്ട് റോഡ്രിഗോ കാര്യം മനസ്സിലാക്കുന്നു. റയൽ മാഡ്രിഡിൽ എംബാപ്പെ, ബെല്ലിംഗാം, വിനി ഈ 3 പേരോളം തനിക്ക് പ്രസക്തിയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ മറ്റ് താരങ്ങളെ ഇപ്പോൾ കോച്ച് പരിഗണിക്കുന്നു എന്നുള്ളതും വ്യക്തമാവുകയാണ്. തനിക്ക് ഗ്രൗണ്ട് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് മനസ്സിലായിട്ടുള്ള ആൾ റോഡ്രിഗോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ഒരു തീരുമാനത്തിലേക്ക് പോയില്ലെങ്കിലും വരും നാളുകളിൽ കാര്യങ്ങൾ അസസ് ചെയ്തിട്ട് ഒരു തീരുമാനത്തിലേക്ക് റോഡ്രിഗോ പോകാൻ സാധ്യതയുണ്ട് എന്ന് ഗ്ലോബോ പറയുമ്പോൾ അത് തന്നെയാണ് ഫബ്രിസിയോയും പറയുന്നത്. സോ റയൽ മാഡ്രിഡ് എക്സിറ്റ് ഈസ് എ കോൺക്രീറ്റ് പോസിബിലിറ്റി. ഫബ്രിസിയോയുടെ വാക്കുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.